അപ്പോൾ ഈ പ്രാവശ്യം നമ്മളിവിടെ പറയുന്നത് 2026 ജൂൺ മാസം 2-ാം തീയതി, അതായത് രാത്രി ഒരു 1:55 ആവുമ്പോൾ, 2-ാം തീയതി അല്ല, 1-ാം തീയതി കഴിഞ്ഞിട്ട് 1:55 സമയത്ത് വെളുപ്പാങ്കാലത്താണ് വ്യാഴത്തിന്റെ മാറ്റം 2-ലേക്ക് കടന്നിട്ട്. അപ്പൊ ഇടവ മാസം 18-ാം തീയതിയാണ് വ്യാഴത്തിന്റെ മാറ്റം വരുന്നത്. അപ്പൊ ഈ ഒരു വർഷം വ്യാഴത്തിൽ മാറുന്നത് ഈ ഒരു സമയത്താണ്. ജൂൺ മാസം 2-ാം തീയതി ആയിട്ടും ഇടവ മാസം 18-ാം തീയതി ആയിട്ടും വരുന്നൊരു സമയമാണ്. അപ്പൊ ഈ ഒരു സമയത്ത് കന്നിക്കൂറുകാരെ സംബന്ധിച്ച് എന്തൊക്കെ മാറ്റങ്ങളാണ് വരാന്ന് നമുക്ക് നോക്കാം. അപ്പൊ ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ച് അതിൽ പെടുന്ന നക്ഷത്രങ്ങളായ ഉത്രത്തിന്റെ 1/4 ഭാഗവും അത്തവും ചിത്രയുടെ പകുതിയുമാണ് വരുന്നത്. അപ്പൊ ഈ നക്ഷത്രക്കാരെ സംബന്ധിച്ച് നമുക്ക് വ്യാഴം നിൽക്കുന്ന ഭാവം 11-ലാണ്. 11-ലെ വ്യാഴം എപ്പോഴും നല്ലതാണ്, ഭാഗ്യം തരുന്നൊരു ഭാവം കൂടിയാണ്. ലാഭത്തെ തരുന്നൊരു ഭാവമാണ് 11. അപ്പോൾ ഈ കന്നിക്കൂറുകാർക്ക് ഏറ്റവും നല്ലൊരു സമയമാണ് ഈ ഒരു വർഷം നമുക്ക് കിട്ടുന്നത്. ജൂൺ മാസം മുതൽ അടുത്ത ജൂൺ വരയ്ക്ക്, ജൂലൈ വരയ്ക്കൊക്കെ വ്യാഴം ഒരു വർഷക്കാലാണ് നിൽക്കുക. അപ്പോൾ 12 മാസത്തിനുള്ളിൽ നമുക്കൊരു ഏറ്റവും നല്ലൊരു സമയമാണ് വ്യാഴം 11-ൽ നിൽക്കുക എന്ന് പറയുന്നത്. അപ്പൊ അതനുസരിച്ച് നമ്മുടെ വാക്കുകളൊക്കെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, അവിടെ ഈ കന്നിക്കൂറ് ബുധക്ഷേത്രത്തിലാണല്ലോ. അപ്പോൾ 2-ാം ഭാവത്തിൽ ശുക്രനാണ്. പെട്ടെന്ന് നമുക്ക് വരുന്ന ആശയങ്ങളൊക്കെ എടുത്തെടുത്ത് പറയുന്ന ഒരു സമയമാണ്. അപ്പൊ അങ്ങനെയൊന്നല്ലാതെ വളരെ ശ്രദ്ധയോടുകൂടി ഓരോ വാക്കും നമ്മുടെ ജീവിതത്തിലെ എന്തിനാണെങ്കിലും വാക്കുകൾക്ക് വലിയൊരു പ്രാധാന്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓരോ വാക്കും എടുത്തു വെക്കുമ്പോൾ അത് വളരെ സൂക്ഷിച്ച് ചെയ്താൽ, നിങ്ങളുടെ ഒരു ബിസിനസ്സിന് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമ്മൾ അവിടെ സംസാരിക്കുമ്പോൾ നമ്മൾ വാക്കുകളൊക്കെ വളരെ ശ്രദ്ധാപൂർവം നടക്കുമ്പോഴാണ് നമുക്ക് ആ ബിസിനസ് നമ്മുടെ കയ്യിൽ കിട്ടുക. നമ്മുടെ ലാഭസ്ഥാനത്ത് ഉള്ള വ്യാഴത്തിന്റെ പ്രവർത്തനം നമുക്ക് കിട്ടുക. അപ്പോൾ ആ സമയത്ത് വേണ്ടത് വേണ്ടപ്പോൾ നമുക്ക് തോന്നിപ്പിക്കണമെങ്കിൽ നമ്മൾ ഭഗവാനെ നന്നായിട്ട് പ്രാർത്ഥിക്കണം.